ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്കൊരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്, അതും കാണിച്ചു തരാം. അതിൻ്റെ കൂടെ നമ്മൾ ഉച്ചയൂണം കാണാമേ. ഈ വലിയ മീനിൻ്റെ പേര് കൊഴുവപ്പാര എന്നാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണേ പറയാറ്. എനിക്കറിയില്ല ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും. ചേട്ടനാണ് ഇതിൻ്റെ പേരൊക്കെ അറിയാന്നുള്ളത്. ചേട്ടനാണ് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത്. പക്ഷേ ചേട്ടൻ കഴിക്കില്ല, ഞാനും ആവശ്യം മാത്രമേ ഇവിടെ മീൻ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ഇത്രയും വലിയ മീനാണെങ്കിലും നമുക്ക് കുറച്ച് മതി. 2 ദിവസത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫ്രിഡ്ജിലോട്ടാക്കിയിട്ടുണ്ട്. 2 ദിവസത്തേക്ക് കറി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസത്തേക്ക് കറി വയ്ക്കും. അങ്ങനെ ഞാൻ 2 ദിവസത്തിൽ കൂടുതൽ കറി വെച്ചത് എടുക്കാറില്ല. അങ്ങനെ ഞാൻ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലോട്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നൊത്തോലി ഉണ്ടായിരുന്നു. ഇത് നൊത്തോലി മാത്രമല്ല, വേറെ മീനൊക്കെ ഉണ്ട്. ഇത് വേറെ ഏതോ മീനാണ്. നൊത്തോലി കുറേ ഉണ്ട്, കൂടുതൽ നൊത്തോലിയാണ്. ഇത് എക്സ്ട്രാ 2-3 മീൻ എക്സ്ട്രാ ഉണ്ട്. ഇപ്പോൾ കാണിച്ചത് ഏത് മീനാണെന്ന് എനിക്കറിയില്ല, പേരറിയില്ല. ഇത് എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ കാരയാണ്. ഇത് ഞാൻ ഇന്ന് തന്നെ ഫ്രൈ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് അടുത്ത ചട്ടിക്കകത്തോട്ട് തട്ടിയിട്ടുണ്ട്. ഇതേ കറക്റ്റായിട്ട് പോയി ചട്ടിയുടെ അകത്ത് വീണ് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് ഞാൻ പൂച്ചക്കുട്ടനെ കൊണ്ടിട്ട് കൊടുക്കും. പൂച്ചക്കുട്ടിന് കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ അതിന് വേറൊരിടത്തും പോയി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ കൊണ്ടിട്ട് കൊടുത്താലേ അത് കഴിക്കും. അതുകൊണ്ട് ഞാൻ അതിന് ഡെയിലി മീനും എല്ലാം കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് മീൻ വാങ്ങാറുമുണ്ട്. ഇനി പൂച്ചക്കുട്ടിന് മീനൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മീനുണ്ടല്ലോ, കുറച്ച് പൊരിക്കണം, കുറച്ച് കറി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് പൊരിക്കാനുള്ളതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ച്. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കഴിയും. ആവശ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ച മീൻ. അപ്പോൾ പിന്നെ അവൾ ഒരുപാട് കഴിക്കും. അതിൻ്റെ കൂടെ ഈ മീനാണെങ്കിൽ നമ്മൾ പൊരിച്ച് വരുമ്പോഴേക്കും വലിയ പീസാണെങ്കിലും കുഞ്ഞ് പീസാവും. നന്നായിട്ട് ചുരുങ്ങി നന്നായിട്ട് കുഞ്ഞ് പീസാവും. പൊരിക്കാനുള്ളതെല്ലാം മസാല തേച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. വീട്ടിൽ തക്കാളിയും മുരിങ്ങയ്ക്കയും ചേർത്ത് തേങ്ങ അരച്ച മീൻ കറിയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. മുരിങ്ങയ്ക്ക മീനിലിട്ടത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ചേട്ടനൊക്കെ കഴിയും. മീൻ കറി എവിടെ നിന്ന് റെഡി ആവട്ടെ. ഞാൻ കുറച്ച് മുട്ടയൊക്കെ ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പോയിരുന്നു കുറച്ച് നേരം കഴിക്കട്ടെ. അത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ മീൻ കറി റെഡിയാവും. അങ്ങനെ ഞാൻ എന്താ മുട്ട കഴിക്കാൻ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട. ഇന്ന് ഞാൻ 3 മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. വാവ രാവിലെ മുട്ട കഴിക്കാത്തതുകൊണ്ട് തന്നെ 2 മുട്ട എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് 2 എനിക്ക് തന്നെ കിട്ടി. ഞാൻ തന്നെ അത് 2ഉം കഴിക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ചേട്ടൻ വരുവാണെങ്കിൽ ചേട്ടൻ കഴിക്കുമായിരുന്നു. പക്ഷേ ചേട്ടൻ വരാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് കളയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചു. എനിക്കിങ്ങനെ മുട്ടയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്ന് മീൻ കറിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് അതൊന്ന് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മീനും പൊരിച്ചെടുത്തു. അപ്പോൾ പിന്നെ ബായ്.